بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. നമ്മുടെ രണ്ടാം സെമിസ്റ്ററിലെ ആദ്യ പാഠം സൂറത്തുൽ നസ്റിന്റെ രണ്ടാം പാർട്ടാണ്. രണ്ടാമത്തെ ക്ലാസ്സാണ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച തജ്വീദിന്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ആശയ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നുകൂടി ഓർമ്മയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. രണ്ട് ആയത്തുകളുടെ തജ്വീദിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. വാജ വരെയുള്ളത്. അതിനുശേഷമുള്ള അവസാനത്തെ ആയത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ എന്ന അവസാനത്തെ ആയത്താണ് നമ്മൾ ഇനി പറയുന്നത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. ഇവിടെ സുക്കൂനുള്ള റാണ്. അവിടെ വസ്തഗ്ഫിർ എന്ന് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. വസ്തഗ്ഫിർ എന്ന് ഉച്ചരിക്കൂല. അവിടെ റാഗ് തർക്കീക്ക് ചെയ്തിട്ടാണ് ഓടേണ്ടത്. റാഗിൽ തർക്കീക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക നിയമമുണ്ട്. അത് നമ്മൾ ഫാത്തിഹ പഠിച്ച സമയത്തും പഠിച്ചിരുന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി. ഗൈരി കസ്റാക്കപ്പെട്ട കസ്റുള്ള റാണ് ഗൈരി. അവിടെ ഗൈറി എന്ന് ഓടുകയില്ല. ഗൈറി എന്ന് ഓടില്ല. മറിച്ച് അവിടെ റാസിൽ നിന്ന് തർക്കീക്ക് ചെയ്ത് നേർപ്പിച്ചിട്ടാണ് ഓടേണ്ടത്. എന്ന് വെച്ച് മലയാളത്തിലെ ര എന്നാണ് പറഞ്ഞുകൂടാ. അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പോ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ് അവിടെ ഓടിയത്. അതേപോലെ ഇവിടെ വസ്തഗ്ഫിർ തർക്കീക്കിന്റെ എല്ലാ നിയമവും ഇവിടെയും വിശദീകരിക്കുന്നില്ല. ഇവിടെ ആവശ്യമുണ്ട് കസ്റിന് ശേഷം സുക്കൂനുള്ള റാണ് ഉള്ളത്. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വസ്തഗ്ഫിർഹു ഇന്നഹു. ഇവിടെ ഇതേപോലെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഫിർഔൻ എന്നല്ല ഉള്ളത്. ഫിർഔൻ. കാരണം കസ്റിന് ശേഷം സുക്കൂനുള്ള റായതുകൊണ്ട് ഫിർഔൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു നിയമം വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. മറ്റൊരു വിഷയം പഠിക്കേണ്ടത് വസ്തഗ്ഫിർഹു ഹു എന്നുണ്ട്. അവിടെ ഹു എന്നത് ദമീറിന്റെ ഹ ആണ്. വസ്തഗ്ഫിർഹു. ഈ ഹാകൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ടാവും. ഒരുപാട് ഒന്നും രണ്ടൊന്നുമില്ല. എല്ലാ പേരും നോക്കിയാലും കാണാം. ആ ഒരു ഹാ. ഈ ഹായെ കുറിച്ച് പഠിക്കേണ്ടത് കുറച്ച് നീട്ടേണ്ട സ്ഥലമുണ്ട്, നീട്ടാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. ഇങ്ങനത്തെ ഹാന്റെ മുമ്പുള്ള അക്ഷരവും ശേഷമുള്ള അക്ഷരവും ഹർക്കത്താണെങ്കിൽ, ഈ ഹാന്റെ തൊട്ട് മുമ്പുള്ളതും ശേഷമുള്ളതും ഹർക്കത്താണെങ്കിൽ, ഹർക്കത്ത് പറഞ്ഞാൽ ഫതഹോ കസ്റോ ദമ്മോ, അങ്ങനെയാണെങ്കിൽ അത് ഒരല്പം നീട്ടണം. അടിസ്ഥാനം അസ്ലിയായ മദ്ദ് നീട്ടും. അങ്ങനെയല്ല, അതായത് ഇതിന്റെ മുമ്പോ ശേഷമോ സുക്കൂൻ ഉണ്ടായാൽ നീട്ടാൻ പാടില്ല. ഇവിടെ അങ്ങനെ വന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ വസ്തഗ്ഫിർഹു എന്നുള്ളിടത്ത് ആ ഹു എന്നതിന്റെ മുമ്പ് സുക്കൂനാണ്, ശേഷം ഹർക്കത്താ. ശേഷം ഇന്നഹുനാണല്ലോ. മുമ്പ് സുക്കൂനാണ്. അതുകൊണ്ട് ആ ഹാ തീരെ നീട്ടാൻ പാടില്ല. അപ്പൊ എങ്ങനെ നോക്കുക? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. തൊട്ടപ്പുറത്തെ നോക്കി ഇന്നഹു, അതും ഇതേപോലത്തെ ഹു തന്നെയാണ്.
ഇന്നഹു എന്നിടത്തുള്ള ഹൂവും വസ്തഗ്ഫിർഹു എന്നിടത്തുള്ള ഹൂവും രണ്ടും ദമീറാണ്. ദമീർ എന്ന് പറയും അറബിയിലുള്ള ഒരു നിയമമാണ് ദമീർ. അതിപ്പോ സഹോദരിമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ട് പഠിക്കാൻ ഇപ്പൊ അവസരമില്ല. അതുകൊണ്ട് നമുക്ക് അത്ര മനസ്സിലാക്കി മതി. ഇന്നഹു അല്ലെങ്കിൽ വസ്തഗ്ഫിർഹു അവിടെയൊക്കെ ആ ഹൂ എന്നത് ദമീറാണ്. പക്ഷെ ഇന്നഹു എന്നോട് എന്തോന്നിടത്ത് കുറച്ച് നീട്ടണം, അടിസ്ഥാന മദ്, അശ്വരീയായ മദ് നീട്ടണം. കാരണം നോക്കൂ, ഇന്നഹുവിന്റെ അവിടെ ചെറിയൊരു വാവ് കാണുന്നില്ലേ, നോക്കിയാൽ കാണാം ചെറിയൊരു വാവ് കാണാം. അത് നീട്ടണം, നീട്ടണം, ചെറുതായിട്ട് നീട്ടണം. അപ്പോ ദമീറിന്റെ അത് അങ്ങനെയാണ് വേണ്ടത്. കാരണം ഹൂ നീട്ടണം എന്ന് പറയാൻ കാരണം എന്താ, മുമ്പുള്ള ശേഷമുള്ള ഹർക്കത്താണ് ഇന്നഹു. ആ ഹൂവിന്റെ അവിടെ ഹൂവിന്റെ മുമ്പുള്ളതും ഹർക്കത്ത്, ശേഷമുള്ളത് ഹർക്കത്ത്. മുമ്പ് ശേഷം കൂടി സുക്കൂനില്ല, അവിടെ കുറച്ച് നീട്ടും. ഇന്നഹു കുറെ നീട്ടിട്ട് കിട്ടും, അടിസ്ഥാനമുണ്ട്. ഇന്നഹു കാന തവ്വാബ. നല്ല മുമ്പിലെടുത്ത് വസ്തഗ്ഫിർഹു എന്നെടുത്തോ, ഇവിടെ തീരെ നീട്ടാൻ പാടില്ല. വസ്തഗ്ഫിർഹു എന്ന് നീട്ടിട്ടുണ്ട്. ഇന്നഹു നീട്ടിയതുപോലെ വസ്തഗ്ഫിർഹു എന്ന് നീട്ടിട്ടുണ്ട്. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇതേപോലെ തൊട്ട് താഴെ തബ്ബത്ത് സൂറത്ത് നോക്കിയാലും കാണാം. ഇതിന് ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതേപോലെ തൊട്ട് താഴെ തബ്ബത്ത് സൂറത്ത് നോക്കിയാൽ കാണാം. രണ്ട് തബ്ബത്ത് സൂറത്ത് നോക്കൂ നിങ്ങൾ. ഇതേപോലെ രണ്ടു ഉദാഹരണം അവിടെ. അൻഹു എന്നുള്ളത് നീട്ടാൻ പറ്റില്ല. കാരണം എന്താ, ആ ഹൂ എന്നതിന്റെ മുമ്പ് സുക്കൂനാണ്, ശേഷം അർത്ഥത്തുണ്ട്. രണ്ട് ഭാഗത്തും അർത്ഥത്തിന്റെ നീട്ടാം. മാലുഹു എന്നുള്ളിടത്തോ നീട്ടണം, കുറച്ച് നീട്ടണം. കാരണം എന്താ, മാലുഹു വമാകസബ് അവിടെ മുമ്പ് ശേഷം ഹർക്കത്താണ്, അതുകൊണ്ട് കുറച്ച് നീട്ടണം. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഭാഗം ഞാൻ നോക്കിയിട്ട് കുട്ടിയിട്ട് فسبح بحمد ربك واستغفره إنه كان توابا. അങ്ങനെയാണ് പറയുന്നത്. ഇനി അവിടെ തന്നെ ഒരു കാര്യം കൂടി, ഒരു നിയമം കൂടി പറയുന്നത്, അവസാനത്തെ നിയമമായിട്ട് വസ്തഗ്ഫിർഹു ഇന്നഹു എന്നുള്ളത്. വസ്തഗ്ഫിർഹു എന്നുള്ളിടത്ത് അവിടെ ചിലപ്പോ നമ്മൾ വഖഫ് ചെയ്തു, വഖഫ് ഉണ്ട് അവിടെ. വഖഫ് ചെയ്തു പോകുമ്പോ എങ്ങനെ ഓടണം? فسبح بحمد ربك واستغفره എന്നുള്ളതില്ല. അത് ആ കാറ്റേ വരാൻ പാടുള്ളൂ. واستغفر إنه كان توابا. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് നിർത്തുക. തൊട്ടപ്പുറത്ത് ഇന്നഹു ഉണ്ടല്ലോ, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വഖഫ് ചെയ്യാം? തൊട്ടപ്പുറത്ത് ഇന്നഹു ഉണ്ട്, എങ്ങനെ വഖഫ് ചെയ്യാം? واستغفره إنه وقفيلا إنه കാറ്റുകൾ വെക്കണം. അതേപോലെ واستغفر إنه كان توابا. ഇത്രയാണ് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കി വെക്കേണ്ട ഈ സൂറത്തിലേക്ക് ജീവിക്കാൻ നിയമങ്ങൾ. അത് നിങ്ങൾ പോയി നോക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൂറത്തുൽ നസ്ർ എന്ന് പറയുന്ന ഈ സൂറത്തിലെ ആശയം പറഞ്ഞു. ഫത്ഹു മക്ക വിജയമാണ് ഇതിന്റെ ഈ സൂറത്തിന്റെ ചർച്ച. ഇതിലെ പ്രധാന പരാമർശം ഫത്ഹു മക്ക വിജയമാണ് എന്ന് പറഞ്ഞു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജയിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തണമെന്നാണ്. മറ്റൊരു വിഷയം ഈ സൂറത്തിലെ മറ്റൊരു സൂചനയാണ് എടുത്തു പറഞ്ഞ രണ്ടാമത്തെ സൂചന. ഈ സൂറത്ത്, ഈ അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ഒരു സൂചന കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് അതിലൂടെ നബി തങ്ങൾക്ക് വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് അവിടെ തരുന്നത്. നബി തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട്, നബി തങ്ങൾ വഫാത്ത് ആകാനായിട്ടുണ്ട് എന്ന് ഒരു സൂചന ഇതിലൂടെ കിട്ടിയിരുന്നു. അതാണ് നബിയെ അങ്ങ്
മക്ക ജയിച്ചടക്കുകയൊക്കെ ചെയ്താൽ പിന്നെ ഈ ദൗത്യം പൂർത്തിയാവുകയാണ്. ഇനി ആഖിറത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണല്ലോ സൂറത്തു തൗദിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൂറത്തു തൗദിയൽ എന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. തൗദിയൽ എന്ന് പറഞ്ഞാൽ യാത്ര പറയുക, വിട ചോദിക്കുക എന്നൊക്കെയാണ്. ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ യാത്ര പോകാനായിട്ടുണ്ട് എന്ന് ആണ് ഇതിലെ സൂചന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനുശേഷം മക്ക വിജയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് കുറഞ്ഞ കാലങ്ങളല്ലേ ജീവിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് എന്ത് ചെയ്തിരുന്നു? പിന്നീട് ഇബാദത്തുകൾ കൂടുതലായി വർദ്ധിപ്പിക്കുകയും നിങ്ങളൊരു സമയത്തും ഇബാദത്ത് കുറച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി സമയത്ത് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് അവിടുത്തെ കാലിൽ നീര് വന്നിരുന്നു എന്നൊക്കെ മതിയായ ആയിഷ ബീവി സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. പക്ഷെ എങ്കിലും അവസാനം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിജയം തന്നു, എല്ലാവിധ സഹായവും കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിബിധങ്ങൾ വല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുകയും കൂടുതൽ സമയം വിവാദത്തിന് വേണ്ടിയും തസ്ബീഹിന് വേണ്ടിയും സമയങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ, സാധാരണ റമദാനിൽ അവസാനത്തെ 10-ലാണ് എല്ലാ പ്രാവശ്യവും നിബിധങ്ങൾ അവസാനത്തെ 10 ഇത്തികാഫിലിരിക്കും. പക്ഷേ ആ വർഷത്തിൽ അതിനുശേഷം 10 മക്ക കഴിഞ്ഞതിന് ശേഷമുള്ള റമദാനിൽ നിബിധങ്ങൾ രണ്ടാമത്തെ 10-ലും 3-മത്തെ 10-ലും നിബിധങ്ങൾ പള്ളിയിൽ തന്നെ ഇത്തികാഫായിരുന്നു. സാധാരണ അവസാനത്തെ 10-ലായിരുന്നു പള്ളിയിൽ ഇത്തികാഫിൽ കൂടാറുള്ളത്. പക്ഷേ ഇതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10-ലും അതിനു മുമ്പുള്ള രണ്ടാമത്തെ 10-ലും പള്ളിയിൽ ഇത്തികാഫിൽ സദാ നിബിധങ്ങൾ മുഴുകിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, നിബിധങ്ങൾ സ്വഹാബത്തിന് പല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒരു യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നിന്ന് നടത്തുകയും ചെയ്തിരുന്നു. അപ്പൊ അതാണ് ഈ സൂറത്തിന്റെ രണ്ടാമത്തെ സൂചന. അതാണ് രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ഒരു സൂചന. ഈ സൂറത്തിന്റെ മറ്റു മൂന്നാമത്തെ സൂചന അത് നമുക്കൊക്കെ ഉള്ള സൂചനയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നബിയെ അങ്ങേക്ക് വിജയം വരികയും അല്ലാഹു സഹായം കിട്ടുകയൊക്കെ ചെയ്താൽ പിന്നെ അതോടുകൂടി അങ്ങ് അല്ലാഹുവിന്റെ തസ്ബീഹ് നടത്തുകയും അല്ലാഹുവിന്റെ വിശുദ്ധിയെ വളർത്തുകയൊക്കെ ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അത് നമുക്കുള്ള പാഠം എന്താണ്? നമുക്കുള്ള പാഠം നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തേക്ക് അടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുകയും മരണത്തോട് അടുക്കുന്ന സമയത്ത് കൂടുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യണം എന്ന ഒരു സന്ദേശം കൂടി ഇതിനുള്ളിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്കൊക്കെ ഇതിൽ നിന്നുള്ള പാഠമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളും താബിഈകളെ കുറിച്ച്, പ്രത്യേകിച്ച് താബിഈകളെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച് കാണാം. 40 വയസ്സങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് ദുന്യവിയായ ചിന്തയിൽ നിന്നൊക്കെ മാറി, ദുന്യവിയായ ഭൗതിക ചിന്തയിൽ നിന്നൊക്കെ മാറി കൂടുതലായിട്ടും അവർ ഇബാദത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നു എന്ന് പല മഹാന്മാരും പല മുൻഗാമികളെ കുറിച്ചും എഴുതിവെക്കപ്പെട്ടതായി കാണാം. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തേക്ക് അടുക്കുമ്പോൾ പ്രായക്കായ ഈ ചോരത്തളപ്പൊക്കെ മാറി ഇനി നമുക്ക് യാത്ര പോകാനായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് നമുക്കുള്ള ഈ ഉമ്മത്തിന്റെ പൊതുവായ ആയുസ്. ഞാൻ മേലെ കിട്ടൂല എന്നില്ല, താഴേക്ക് വരൂല എന്നല്ല, രണ്ടുമുണ്ട്. പക്ഷെ പൊതുവായിട്ടുള്ള ആയുസ് നമുക്ക് 60-70 ശരാശരി ആവറേജ് നമുക്ക് ഈ ഉമ്മത്തിലെ ആയുസിന്റെ കണക്കുള്ളത് നിങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങളെ കാരണമായിട്ടും മറ്റൊക്കെ അതിലേറെ ആയുസ് കിട്ടുന്നവരുണ്ട്. അതൊക്കെ ബോണസായി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ദുരാവോടും ഉറക്കത്തോടും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വയസ്സ് കൂടുന്തോറും ആരാധന വർദ്ധിപ്പിക്കണം എന്നൊരു സന്ദേശം അതിനുണ്ട്. പുറമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു മറക്കുകയല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ്. അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാർത്തുകയൊക്കെ ചെയ്യണം എന്ന സന്ദേശം കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് ഫത്ഹു മക്ക എന്നൊരു വിഷയം കൂടി നമുക്ക് പറയാം. എന്താണ് മക്ക വിജയം?
മക്ക വിജയിച്ചു. മക്ക വിജയം വന്നു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ എന്താ മക്ക വിജയം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയാവുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചത് 53 വയസ്സ് വരെയാണ്. ജനിച്ചത് മുതൽ അവിടെ തന്നെയാണ്. 40 കൊല്ലം ജനങ്ങൾക്കൊന്നും ഒരു വെറുപ്പുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായി. 40 വയസ്സിന് ശേഷം നുബുവത്ത് കിട്ടിയിട്ട് ദീനിന്റെ പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ പിന്നെ എല്ലാവരും എതിരാകാൻ തുടങ്ങി. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ, അവരുടെ നാട്ടിൽ തങ്ങളുടെ കുടുംബക്കാരുടെയും എതിരാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും തങ്ങൾക്കെതിരെ അവിടുത്തെ ദഅവത്തിന് തടസ്സം നിൽക്കുകയും ചെയ്തു. അങ്ങനെ മക്കയിൽ വെച്ചൊക്കെ പ്രഥമ ഘട്ടങ്ങളെല്ലാം രഹസ്യമായ അവസ്ഥ. രഹസ്യമായതെന്ന് പറഞ്ഞാൽ പരസ്യ പ്രബോധനത്തിന് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും സാധിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ രഹസ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ, രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കയിലൊന്നും അവിടുത്തെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഉപരോധം വരെ ഏർപ്പെടുത്തപ്പെട്ടു. പച്ചില ഭക്ഷിച്ചിട്ട് ജീവിക്കേണ്ട ഘട്ടം വരെ ഉണ്ടായില്ല. അതൊക്കെ നമുക്കറിയാം, വലിയ ചരിത്രമാണ്. അങ്ങനെ 13 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിച്ചിട്ടും അവിടെ നിന്ന് വിജയം കിട്ടിയില്ല. മക്കൾക്കാരിൽ അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് എത്തുന്നില്ല. അവസാനം മക്കയിൽ നിന്ന് ഹിജറ പോകേണ്ടി വന്നു. ഹിജറ പോയതിനു ശേഷം അവിടെ നിന്ന് സന്തോഷത്തോടുകൂടി 1 വർഷം കഴിഞ്ഞു. മദീനക്കാർക്ക് വലിയ ആവേശം. മദീനക്കാർ എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെയായപ്പോൾ വീണ്ടും ഒരു ഹിജറ 2-ാം വർഷം ഒരു യുദ്ധം, ബദർ യുദ്ധത്തിന്റെ അവസരം ഉണ്ടായി. ഇത് ചാൻസും ചരിത്രം വിശദമായി നമുക്ക് അറിയാവുന്നതാണ്. മക്കയിൽ അത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല. മക്കയിലേക്കുള്ള കച്ചവട സംഘം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം കച്ചവടം കഴിഞ്ഞിട്ട് ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി പോവുകയാണ്. ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി പോകുന്ന മദീന വഴിയാണ്. മടങ്ങി പോകുന്ന അവര് കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് കാലം ആക്രമിച്ചവരും കൊള്ളയടിച്ചവരൊക്കെയാണ്. നമ്മളെ എല്ലാം പിടിച്ചെടുക്കുക. അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും പുറപ്പെട്ടു. പക്ഷെ അത് വിവരം അറിഞ്ഞിട്ട് അവർ വഴിമാറി രക്ഷപ്പെട്ടു. അപ്പോഴേക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും മദീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും നബിതങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും വലിയൊരു സർവ്വസന്നാഹവുമായിട്ട് മക്കയിലെ മുശ്രിക്കുകൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അത് പിന്നീട് ബദർ യുദ്ധമായി മാറി. ഒക്കെ നമുക്കറിയാം. ബദർ വലിയ വിജയമായി. പിറ്റത്തെ വർഷം ഉഹുദ് യുദ്ധം ഉണ്ടായി. ഹിജറ 5-ാം വർഷം ഖന്തഖ് യുദ്ധം ഉണ്ടായി. ഇതൊക്കെ വലിയ യുദ്ധങ്ങളായി. ഇങ്ങനെ എല്ലാ സംഗതികളും അങ്ങനെ ആ യുദ്ധത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിജയം കിട്ടി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പോഴും അവിടെ നമുക്ക് സ്വാധീനം കിട്ടിയിട്ടില്ല. പിറന്ന നാട് മക്കയിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഹിജറ 6-ാം വർഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയാണ്. നിബിധങ്ങളും സഹാബത്തും മക്കയിലേക്ക് പോകുന്നു. തല മൊട്ടയടിച്ചിട്ട് മുടി വെട്ടിയിട്ടൊക്കെ മക്കയിലേക്ക് കടക്കുന്നത്, ഹറമിൽ പ്രവേശിക്കുന്ന സ്വപ്നം കണ്ടു. നമ്മുടെ സ്വപ്നം പോലെയല്ലല്ലോ. അപ്പൊ ഈ മുടി മൊട്ടയടിച്ചിട്ടും മുടി കളഞ്ഞിട്ടും മുടി വെട്ടിയിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഉംറയിൽ ആണല്ലോ മുടി കളയിലും ഒക്കെ ഉംറയുടെ ഭാഗമായിട്ടുള്ളല്ലോ, ഉംറയിൽ ഹജ്ജിലൊക്കെ. അപ്പൊ മനസ്സിലായി, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം നമ്മൾ മക്കയിലേക്ക് പോകും, നമുക്ക് മക്കയിൽ കടക്കാൻ കഴിയും എന്ന സൂചനയാണ് അവരിലൂടെ കിട്ടിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും 1500 സ്വഹാബത്തും മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല, ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയ സന്ധിയെ കുറിച്ച് 6-ാം വർഷം ഹുദൈബിയ സന്ധിയെ കുറിച്ച് പരാമർശം ഉള്ളത് കൊണ്ടാണ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചിത്രം പറയുന്നത്, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നബി തങ്ങൾ മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു. പക്ഷേ ഉംറക്ക് വേണ്ടി പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അന്നത്തെ മക്കക്കാർ സമ്മതിച്ചില്ല. നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഉംറ ചെയ്ത് മടങ്ങിപ്പോകും, ഒരു പ്രകോപനത്തിനും വന്നതല്ല. പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല. പല ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നെങ്കിലും
അവസാനം നടന്നില്ല. അന്നാണ് ബൈഅത്തുൽ റിദ്വാൻ ഉണ്ടായത്. അങ്ങനെ അവസാന ഒരു സന്ധിയിലെത്തി, ഹുദൈബിയ സന്ധി. ഹുദൈബിയയിൽ വെച്ച് സന്ധി നടന്നു. സന്ധി നമുക്കൊക്കെ അറിയാം, ഒരു ഉടമ്പടി. എന്താ, അടുത്ത കൊല്ലം ഞങ്ങൾക്ക് വരാം. അതുപോലെ മറ്റൊരു ഉടമ്പടിയായിരുന്നു, ഇനി 10 വർഷത്തേക്കും മക്കക്കാരുമായിട്ടൊരു യുദ്ധവും ഉണ്ടാവില്ല. മക്കാരുടെ സഖ്യകക്ഷികളും, മക്കാരും മക്ക മുശ്രിക്കുകളും അവരുടെ സഖ്യകക്ഷികളും ഒരു ഭാഗത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ജീവിതങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന അവിടുത്തെ ഗോത്രക്കാർക്ക് മദീനക്കാർ, അവർ തമ്മിൽ ഈ 10 കൊല്ലത്തേക്ക് ഒരു വെടിനിർത്തൽ കരാർ. ഇനി യുദ്ധമില്ല, ഇനി പരസ്പര സംഘർഷമില്ല. കുറെ യുദ്ധങ്ങൾ നടന്നത്. അങ്ങനെയൊക്കെ വലിയ കരാർ എഴുതി ഒപ്പിട്ടു. 2 വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ ഉടമ്പടിയായി ഹുദൈബിയ സന്ധി പൂർത്തിയായി. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ ആശ്വാസമായി. കാരണം ഇവരെ ശല്യം കുറച്ച് കുറഞ്ഞു കിട്ടും. ഇവരുടെ ഭാഗത്തുനിന്ന് പിന്നെ ഈ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് ഇനി അവർ ആക്രമിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് ശല്യങ്ങൾ കുറഞ്ഞു കിട്ടുക. ഈ അവസരം ഉപയോഗപ്പെടുത്തി നബി തങ്ങൾ നല്ല ദഅവത്ത് നന്നായി നടത്തി. നബി തങ്ങൾ പ്രബോധനം ശക്തിപ്പെടുത്തി, രാജാക്കന്മാർക്ക് കത്തയച്ചു, കുറെ ആളുകൾ ഇസ്ലാമിക കൂട്ടമായി വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഒരു 1.5 വർഷത്തോളം പിന്നിട്ടു. ആ സമയത്ത് ഖുറൈശികൾ കരാർ ലംഘിച്ചു. ഖുറൈശികൾ കരാർ ലംഘിച്ചത് എങ്ങനെ ലംഘിച്ചത്? ഖുറൈശികൾ നേരിട്ട് കരാർ ലംഘിക്കുക എന്താ ചെയ്തത്? നേരെ മറിച്ച് ഖുറൈശികളുടെ സഖ്യകക്ഷിയാകുന്ന ബനു ബക്കർ എന്ന് പറയുന്ന വിഭാഗം, അതൊരു ഗോത്രമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ സഖ്യകക്ഷി ഉദ്ദേശിക്കുന്ന നബി തങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് ഖുസാഅത്ത് ഗോത്രക്കാർ. ഖുസാഅത്ത് ഗോത്രക്കാര് ഇസ്ലാമിലേക്ക് വന്നിരുന്നു. പക്ഷെ ഈ ബനു ബക്കർ ഗോത്രക്കാരും ഖുസാഅത്ത് ഗോത്രക്കാരും പണ്ടേയുള്ള ചില വൈരാഗ്യം ഉണ്ട്. അത് ഇസ്ലാം വരുന്നതിന് മുമ്പേയുള്ള വൈരാഗ്യം. അങ്ങനെ ഇസ്ലാമൊക്കെ വന്നതിന് ശേഷം അത് നിന്നിരുന്നു. പക്ഷെ ഈ ബനു ബക്കർ ഗോത്രക്കാര് ഖുറൈശികളുടെ കൂടെയാണുള്ളത്. ഖുസാഅത്ത് ഗോത്രക്കാർക്ക് ഒക്കെ ഇസ്ലാമിലേക്ക്, ഭൂരിഭാഗം ഇസ്ലാമിലേക്ക് വന്ന് നബിതങ്ങളുടെ കൂടിയാണുള്ളത്. ഈ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പഴയ പകപോക്കല് ബനു ബക്കർ ഗോത്രക്കാര് ഈ ഹുദൈബിയ സന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖുസാഅത്ത് ഗോത്രക്കാരെ ആക്രമിക്കാൻ പാടില്ല. കാരണം ഉടമ്പടിയുള്ളതാണല്ലോ. ഞങ്ങൾ 2 കൂട്ടരുടെയും കൂടുതലുള്ളവരെ ആക്രമിക്കാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. ആക്രമിച്ചു എന്ന് മാത്രമല്ല, ബനു ബക്കർ ഗോത്രക്കാർ ഖുസാഅത്ത് ഗോത്രക്കാർക്ക് യുദ്ധം ആക്രമണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇതിന് സഹായം ഖുറൈശികളെ രഹസ്യമായി ചെയ്തു. ഖുറൈശികളുമായിട്ടുള്ള നബിതങ്ങളുടെ ഹുദൈബിയ സന്ധിയിൽ ഉടമ്പടി എന്താണ്? ഞങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ ആക്രമിച്ച് സഹായം ചെയ്തു കൊടുക്കാന്ന് പാടില്ല. ഖുറൈശികൾ രഹസ്യമായി ആയുധം കൊടുത്തു, ആളെ കൂടി കൊടുത്തിട്ട് ഖുസാഅത്ത് ഗോത്രത്തിലെ 20 വരുന്ന ആളുകളെ കൊന്നു കളഞ്ഞു. കരാർ ലംഘിച്ചു. കരാർ ലംഘിക്കാനുള്ള വലിയ ഗുരുതരമായ വിഷയമാണ്. രാജ്യങ്ങൾ പരസ്പരം ഉടമ്പടി ഉണ്ടാകാറുണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ ഇക്കാലത്തുണ്ട്. രാജ്യങ്ങൾ പരസ്പരം പല പല കരാറുകൾ ഉണ്ടാവും. വാണിജ്യ കരാറുകൾ ഉണ്ടാവും, സമാധാന കരാറുകൾ ഉണ്ടാവും, വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാവും. അത് ലംഘിക്കാൻ പാടില്ല. അത് മാന്യമായി ചേർന്ന പരിപാടിയല്ല. കരാർ എഗ്രിമെന്റ് എഴുതി സന്ധി ചെയ്താൽ പിന്നെ അതാണ്. 10 കൊല്ലത്തേക്ക് വെടിനിർത്തൽ കരാർ വെച്ചതാണ്. 1.5 കൊല്ലമായപ്പോഴേക്ക് ഖുറൈശികൾ രഹസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ കരിപ്രയോഗിക്കി. ഇതോടുകൂടി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയ മുസ്ലിങ്ങൾക്ക് വലിയ വേദനയായി. കാരണം നമ്മുടെ കൂടെയുള്ള ഖുസാഅത്ത് ഗോത്രക്കാരെയാണ് ഈ ഖുറൈശികൾ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടിക്കാന്ന് വെച്ചാൽ ഈ കരാർ ലംഘനത്തിന് പകരം ചോദിക്കണം. അങ്ങനെയാണല്ലോ. അതതിന്റെ അന്തസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ കരാർ ലംഘിച്ചിരിക്കുന്നത്. നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ ഖുസാഅത്തുകാരെ, നമ്മുടെ കൂടെ കൂടിയവരെ ഖുസാഅത്തുകാരെ, അവർക്കെതിരെ ഖുറൈശികൾ നീക്കം നടത്തിയപ്പോൾ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അങ്ങനെയാണ് മക്ക വിജയത്തിന്റെ വേദി ഒരുങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് മക്ക വിജയത്തിന് എന്താണ് ഉണ്ടായത് എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ പറയാം. ഇത്രയാണ് മക്ക വിജയത്തിന്റെ കാരണം. മക്കയിലേക്ക് നബിതങ്ങൾ മാർച്ച് നടത്താനും മക്ക ജയിച്ചടക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞത്. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷം നടന്നിരുന്നു. ഹുദൈബിയ സന്ധി പ്രകാരം ഇനി ഒരു യുദ്ധം ചെയ്യാൻ പാടില്ല. 10 കൊല്ലത്തിലൊക്കെ നിർത്തിവെച്ചതായിരുന്നു. അതിനിടയിൽ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഖുറൈശികൾ കരാർ ലംഘിച്ചു ഖുസാഅത്ത് ഗോത്രത്തിലെ 20 ആളുകളെ കൊന്നു കളഞ്ഞു. അതിന് എന്തായാലും അതിന് പകരം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് അതാണ് മക്ക വിജയത്തിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ഈ വിഷയം
ഈ ഒന്നാമത്തെ പാഠം അവസാനിക്കും. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമും ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് കുറച്ച് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. Allah, Allah, Allah.